നല്ല പുഴക്കുന്ന് പെടക്കണ മീൻ കിട്ടിയിട്ടുണ്ട്. അത് മുറിച്ച് നമുക്ക് പൊരിച്ചാലോ? അങ്ങനെ ആ മീൻ ചത്തില്ല. അതുകൊണ്ട് നമ്മളതിനെ 15 മിനിറ്റ് ചാകാൻ വെച്ചു കേട്ടാ. ചത്ത് കഴിഞ്ഞിട്ടാണ് മുറിക്കുന്നത്. അങ്ങനെ ഒരു വാഴയിലെ കഷ്ണമൊക്കെ മുറിച്ച് അതിലിതിനെ കിടത്തി കൊടുത്തു. എന്നിട്ട് കുറച്ച് വെണ്ണീരൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് മുറിക്കാൻ തുടങ്ങിയേ. വെണ്ണീരാണെങ്കിലോ തീക്കനലൊക്കെയുള്ള വെണ്ണീരാണ്. വേറെ വെണ്ണീരില്ലാത്തതുകൊണ്ട് അടുപ്പത്ത് നിന്ന് കയ്യോടെ കോരിയെടുത്ത വെണ്ണീരാന്നേ. അങ്ങനെ മുറിക്കലാണ് കേട്ടോ. ഫസ്റ്റ് അതിൻ്റെ തല മുറിച്ചു. എന്നിട്ട് അതിൻ്റെ ചിറകൊക്കെ വെട്ടിക്കളയലാണ്. പുഴമീൻ മുറിക്കാൻ ഭയങ്കര പാടാന്ന് കേട്ടാ. അതിൻ്റെ മുള്ളൊക്കെ നമ്മളെ കയ്യിൽ തറിക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. എൻ്റെ കൈയൊക്കെ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട്. മീൻ മുറിക്കുമ്പോൾ അപ്പം നോക്കിയാലും എൻ്റെ കൈ മുറിയും കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും വലിയ കാര്യമാക്കാറില്ല. അങ്ങനെ ഇതിൻ്റെ ചൂളിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി കൊടുക്കലാണേ. ചിറകൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വാല് കണ്ട മീനിൻ്റെ. അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്ത് കൊടുക്കലാന്നേ. ഈ മീനിൻ്റെ പേരാണ് കുറ്റിവാക. ഇത് കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിന്ന് കറി വെക്കുന്നില്ല കേട്ടോ. അതിൻ്റെ തല മാത്രം എടുത്തിട്ടേ കറി വെക്കുന്നുള്ളൂ. തല മാറ്റി വെച്ചത് തല ക്ലീനാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ മീൻ പീസാക്കി മുറിക്കലാണ്. പൊരിക്കാൻ ചെറിയ സ്ലൈസായിട്ട് മുറിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതുകൊണ്ട് അങ്ങനെ മുറിച്ച് വെച്ചു. എന്നിട്ട് തല വേറെ തന്നെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചുവേ. അപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ ഒരു പരിവായിന് കേട്ടാ. കൈയൊക്കെ പോച്ചറെടുത്തിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ മീനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു. അങ്ങനെ പൊരിക്കാൻ മാത്രം വേറൊരു പാത്രത്തിലെടുത്ത് വെച്ചു. അതിൽ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് നന്നായി പെരക്കി വെച്ചു. അങ്ങനെ പെരക്കി വെച്ചാൽ മസാലയൊക്കെ പിടിക്കും. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ഞാൻ എന്നിട്ട് വേറൊരു പാത്രത്തിൽ അതിൻ്റെ തലക്കഷ്ണങ്ങളില്ലേ അതെടുത്തിട്ട് അതിന് വേണ്ട മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടു. എന്നിട്ട് കുറച്ച് പുളിയും കൂടി പിഞ്ഞി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അത് ഇതധികം മുള്ളൊന്നും ഇല്ലാത്ത മീനാണ്. അതുകൊണ്ട് എൻ്റെ അല്ലിക്കുട്ടൻ മീൻ പൊരിച്ച കഴിക്കും കേട്ടോ. ഒന്നല്ലേ കഴിക്കുള്ളേ. അങ്ങനെ മീൻ പൊരിച്ചതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു. മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തു. അങ്ങനെ മീൻ പൊരിച്ചൊക്കെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.